പ്രിയരെ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതോടൊപ്പം തന്നെ അവളുടെ കാമുകനായ പയ്യനും ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടി കേട്ടത്. ആ കുട്ടി വാപ്പയുടെ അനിയൻ്റെ വീട്ടിലാണ്. +2 കഴിഞ്ഞപ്പോൾ അതിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണാവോ, കല്യാണം കഴിഞ്ഞതാണാവോ, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതോടൊക്കെ അവളെ പ്രേമിച്ചിരുന്ന കാമുകനും ആത്മഹത്യ. അപ്പം പ്രേമം ആത്മാർത്ഥമായിരുന്നു നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായം പറയാറുണ്ട്. ഷൈമയും അയൽവാസിയായ സജീറും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ഈ ബന്ധം ഷൈമയുടെ വീട്ടുകാർ എതിർക്കുകയായിരുന്നു. കൂടാതെ ഷൈമയ്ക്ക് ഇവർ മറ്റൊരു വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. താൽപര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠനത്തിന് ശേഷം PSC പരീക്ഷാ പരിശീലനം നടത്തിവരികയായിരുന്നു ഷൈമ. ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നവര് ഉണ്ട്. ഞാനൊരിക്കലും മാതാപിതാക്കളെ ന്യായീകരിക്കല്ല, കുട്ടികളെ ന്യായീകരിക്കല്ല. ഒരു കാര്യം പറയട്ടെ, ഈ സ്നേഹത്തിന് പിന്നാലെ പാഞ്ഞവരൊക്കെ പണം എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ചിന്തയിലാണ്. ഈ പണത്തിന് പിന്നാലെ പാഞ്ഞവരൊക്കെ എവിടെന്നെങ്കിലും ഒരു സ്നേഹം കിട്ടിയിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്നവരാണ്, അല്ലെ? സത്യമാണ്, അതങ്ങനെയാണ്. നമുക്കൊന്നുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ചിലർ ജീവിതത്തിൽ ഒരുപാട് പണം ഉണ്ടാവും, പക്ഷെ സമാധാനം, സ്വസ്ഥതയും സ്നേഹവും ഉണ്ടാവില്ല. സ്നേഹവും സ്വസ്ഥതയും സമാധാനമൊക്കെ വേണമെങ്കിൽ ചിലർ പറയും പണം വേണം. അതൊക്കെ പേടിച്ചിട്ടാണ് ചില മാതാപിതാക്കള് വലിയ വലിയ വീടുകളിൽക്കും വലിയ ഉദ്യോഗസ്ഥന്മാർക്കും വലിയ തറവാടുകളിൽക്കൊക്കെ വലിയ സ്വത്ത് മുതലൊക്കെ നോക്കിയിട്ട് നമ്മളെ ബന്ധുക്കളെ പറഞ്ഞേക്കുന്നത്. കാരണം നാളെ പണത്തിന്റെ പേരില്, വീടില്ലാത്തതിന്റെ പേരില്, സ്വത്തില്ലാത്തതിന്റെ പേരില് എന്റെ മോള് കണ്ണീരൊടുക്കരുത് എന്നുള്ള വേദന കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ മനസ്സിന്റെ ഒരു സ്വാർത്ഥ താല്പര്യം എന്ന് പറയാ, അല്ലെങ്കിൽ എന്താ, അത് അവരുടെ കണ്ണില് അവരുടെ ഒരു നന്മയാണത്. നമ്മുടെ മക്കള് പണത്തിന്റെ പേരില് ദുഃഖിതരാവാതെ ജീവിക്കുക എന്നുള്ളത്, അതൊക്കെ അവർ മറന്നോളൂ. പ്രേമല്ലേ, അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ മറക്കും. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പൈസയാണ് മുഖ്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാവും എന്നുള്ള മാതാപിതാക്കളുടെ ചിന്തകളാണ് അവരെ കൊണ്ട് പണമുള്ളോടത്തേക്ക് മക്കളെ പറഞ്ഞയക്കുക, പ്രൗഢിയുള്ളോടത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിക്കുന്നത്. അങ്ങനെ ചില മാതാപിതാക്കളെ എത്തിക്കണവരും ഉണ്ട്. മക്കളുടെ ഇഷ്ടം നടത്തി കൊടുക്കാന്ന് അവർക്ക് തീരുമാനം ഉണ്ടെങ്കിലും അതിൽ നിന്ന് അവരെ വഴി മാറ്റിയിട്ട് അത് വേണ്ട, അത് പണം കുറവാണ്, തറവാടികളല്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കുന്ന വേറെ ചില ആളുകളുണ്ട്. അവർക്കാണ് ഇതിൽ കൂടുതൽ പങ്കുണ്ടാകുന്നത്, മാതാപിതാക്കളെക്കാളേറെ. ഈ കുട്ടികളോട് പറയാനുള്ളത്, ആത്മഹത്യയൊന്നും ഒന്നിനും പരിഹാരമല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കാൻ അവർ ഈ ലോകത്തില്ല, അവർ പോയി 2 കബറുകളിലായി. പക്ഷെ അവർ ഉണ്ടായിരുന്നെങ്കിൽ അവര് ഒരിക്കലും ഒരുമിക്കൂലെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവല്, അല്ലെ? ജീവിതം പങ്കാളിയായിട്ട് ഏതായാലും ആ കുട്ടീനെ അവനക്ക് കിട്ടിയില്ല. ഇനി ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഒരാളെ കാണുകയും ഇല്ല എന്നുള്ള ഒരു സത്യം അവനക്ക് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതാവും 2 വട്ടം 3 വട്ടമൊക്കെ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും പറ്റാതായിട്ട് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് ഒരു കയറില് ജീവിതം അവസാനിപ്പിച്ചത്. അവനക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടാവും. അപ്പൊ മാതാപിതാക്കളോടും പറയാനുള്ള ഇതാണ്, ചില ബന്ധങ്ങള് ഞാനൊക്കെ നല്ല ബന്ധങ്ങളായിട്ട് കാണാതെ എന്താ അറിയോ, കുടിയില്ല, വലിയില്ല, പെണ്ണ് കേസില്ല, വേറെ ക്രിമിനൽ ഒഫൻസ് ഒന്നുമില്ല, നല്ലൊരു ചെക്കൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ നോക്കി കാണുന്നത് ഒരാണിനെ. പക്ഷെ ചില ആൾക്കാർ നോക്കി കാണുന്നത് നല്ല ബന്ധം എന്ന് വെച്ചാൽ നല്ല തറവാട്, നല്ല സ്വത്ത്, നല്ല പണം, നല്ല സമ്പാദ്യം, നല്ല ജോലി, ഇതൊക്കെയാണ്. ആ ഒരു ഭാഗം അവർ മാറ്റണം. നല്ലതെന്ന് വെച്ചാൽ ഇതൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവണം. ചെക്കൻ്റെ തൽസ്വഭാവമാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ മക്കൾ അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ മക്കളെ, പെൺകുട്ടികളെ കെട്ടിച്ചേർക്കുമ്പോൾ ദീനോട് കൂടിയിട്ടുള്ള കാര്യം തന്നെയാണ്. അവരുടെ മനസ്സിന്റെ പൂർണ്ണ സമ്മതം നിങ്ങൾ വാങ്ങിക്കണം. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളെ നല്ലവനാണെങ്കിൽ, ഈ അർത്ഥത്തിലൊക്കെ നല്ലവനാണെങ്കിൽ ആ ആൾക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ കൈപിടിച്ചു കൊടുക്കുക. അല്ല ആ ആള് കഞ്ചാവാണ്, കള്ളാണ്, വലിയ കൂടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ തെളിവ് സഹിതം ആ മോൾക്ക് അത് തെളിയിച്ചു കൊടുക്കുക. തെറ്റാണെന്ന് മനസ്സിലായാല് പ്രായപൂർത്തിയായ കുട്ടിയാണ്, തെറ്റും ശരിയും തിരിച്ചറിയാൻ അവൾക്ക് ആയിക്കണം. അപ്പോ കുട്ടികളോടും ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറുക. കാരണം നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ എന്നും ചെയ്യുള്ളൂ. ഇനിയും ഇതുപോലുള്ള നാടകങ്ങൾ അരങ്ങേറാൻ പോകുന്ന ചില വീടുകൾ ഉണ്ടാവും. അവർക്കും കൂടിയുള്ള ഒരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. നിറത്തിനെയും പണത്തിനെയും ഒന്നും അളക്കാനും ഒന്നിനും കഴിയാത്ത നല്ല രീതിയിൽ ജീവിച്ചു മരിക്കാൻ കഴിയുന്ന ഇണകളെ പഠിച്ചാൽ എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് മാതാപിതാക്കളായാലും മക്കളായാലും ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഫ്രണ്ട്സ് ആവട്ടെ, ആരാവട്ടെ, അത് നിങ്ങൾ ചിന്തിക്കരുത്. മാതാപിതാക്കളെ പറ്റി ചിന്തിക്കും, എന്നിട്ട് മുമ്പോട്ട് പോവുക. തെറ്റായ ബന്ധാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. ഈ മാതാപിതാക്കളോട് ശരിയായ ബന്ധത്തിലാണ് മോള് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ചെക്കൻ നല്ലവനാണെന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക. നിങ്ങളും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയെ ഒഴിവാക്കുക. ഒരു ശരാശരി മലയാളിയുടെ ജീവിതം എന്ന് വെച്ചാൽ
ജനിക്കുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, മരിക്കുന്നു എന്നാണ് അവിടെ വായിച്ചു കേട്ടതാണ്. അത് ഒരുപാട് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ചെങ്കിലും സമയം നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ മക്കളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിലും പിന്നെ അവരെ ഓർത്ത് കരയാനും ആ ഖബറീക്ക് യാസീൻ ഓതാനും തന്നെ നമുക്ക് നേരം കിട്ടും. അത് മാതാപിതാക്കളുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.